ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പരിശോധിക്കാറുണ്ട്. ലേറ്റസ്റ്റ് കരം തീർത്ത രസീത്, ഒറിജിനൽ ആധാരവും മുന്നാധാരവും, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ. എന്നാൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് വിൽക്കുന്ന ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇത് എന്തിനാണ് എന്നല്ലേ, 50 ലക്ഷത്തിൽ കൂടുതൽ വിലയ്ക്ക് പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾ ഇൻകം ടാക്സ് നിയമപ്രകാരം നിർബന്ധമായും 1% ടാക്സ് കട്ട് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അടച്ചതിന് ശേഷം ബാക്കി തുകയാണ് സെല്ലറിന് നൽകേണ്ടത്. എന്നാൽ ഇവിടെയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ പ്രാധാന്യം. ഇൻകം ടാക്സ് നിയമപ്രകാരം 1 വർഷത്തിൽ 6 മാസത്തിൽ കൂടുതൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് എന്നായിരിക്കും. ഒരു നോൺ റെസിഡന്റിന്റെ കയ്യിൽ നിന്നാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത് എങ്കിൽ ടാക്സ് പിടിക്കേണ്ടത് 1% മറിച്ച് അത് 20% മുകളിൽ വരും. എന്നാൽ നിങ്ങൾ TDS പിടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ 20 പകരം 1% മാത്രം കട്ട് ചെയ്യുകയോ ചെയ്താൽ ഭാവിയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് ഈ ടാക്സ് ഈടാക്കുകയും ഒപ്പം വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റും പെനാൽറ്റി ചുമത്തുകയും ചെയ്യാം.